ദേവി മഹാമായി എന്നോട് പൊറുക്കണേ. എന്റെ മകളിപ്പോ നരിയുടെ കസ്റ്റഡിയില. അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ആ ശിവദാസനോട് കള്ളം പറയുക. പൊറുക്കണേ ദേവി. ഹലോ തിരുമേനി. ശിവദാസ, ഞാനൊരു വിവരം പറയാനാ വിളിച്ചത്. പറ. വരുന്ന വെള്ളിയാഴ്ച പൗർണമിയാ. കഴിഞ്ഞ പൗർണമി നാളിൽ മണിമാല തിരികെ ദേവീ സന്നിധിയിൽ വെക്കേണ്ടതായിരുന്നു. അത് സാധിച്ചില്ല. ഇനിയും വൈകിയാൽ ദേവീ കോപം ഉണ്ടാവും. ഓ. കൃഷിയിടങ്ങൾ തരിശുഭൂമിയാകും. ഇവിടെയുള്ള മനുഷ്യർ കൊടും പട്ടിണിയിലേക്ക് പോകും. അതിനു പുറമെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അയ്യോ. ഞാനെല്ലാം വെച്ചുകൊണ്ട് ഒരു പ്രശ്നം വെച്ച് നോക്കിയതാ. ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ മണിമാല കൊണ്ടുവന്ന് പൂജിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന കവടിയിൽ തെളിഞ്ഞത്. അയ്യോ, അത് ശിവദാസൻ കല്യാണിയെ വിളിച്ചു പറ. വെള്ളിയാഴ്ച ത്രിസന്ധ്യ സമയത്ത് ദേവപുരത്തെ ദേവീക്ഷേത്രത്തിലേക്ക് മണിമാലയും കൊണ്ടുവരാൻ. പൂജ കഴിഞ്ഞ് കല്യാണിക്ക് തന്നെ മണിമാല തിരിച്ചുകൊണ്ട് പോകാലോ. ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല, ഈ നാടിന്റെ കൂടെ കാര്യമാ. ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ തിരുമേനി. സംസാരിച്ചാൽ മാത്രം പോരാ, മാലയുമായിട്ട് വരാൻ പറയണം. ആ, ഞാൻ തിരുമേനെ വിളിക്കാം. ആ, ആയിക്കോട്ടെ. ആ.